നമ്മളെല്ലാവരും പ്രത്യേകിച്ച് കുട്ടികളും ബേക്കറി ഐറ്റംസ് ഒരുപാട് കഴിക്കുന്ന കാലമാണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡും. ഇതിനകത്തൊക്കെ അടങ്ങിയിട്ടുള്ള ഐറ്റംസ് ശരീരത്തിലും രക്തധമനികളിലും ഹൃദയത്തിലും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മളും നമ്മളുടെ കുട്ടികളും അറിഞ്ഞിരിക്കണം. ഈ കേടുകൾ തടയാൻ വേണ്ടിയിട്ട് നമ്മളും പ്രത്യേകിച്ച് കുട്ടികൾക്കും എന്താണ് അറിയേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ബേക്കറി ഐറ്റംസ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് ബിസ്ക്കറ്റ് വരുന്നുണ്ട്, ബണ്ണ്, ബ്രെഡ്, കേക്ക്, പേസ്ട്രി, പഫ്സ്, പാറ്റീസ്, റസ്ക്, ടോസ്റ്റ്, ഡോനട്സ്, ഇതെല്ലാം നമ്മൾ കഴിക്കാറുണ്ട്. ഇതിൽ ഒന്നാമത്തത് നമ്മുടെ രക്തധമനികളെ കൊല്ലുന്ന ഒരു പ്രത്യേക പദാർത്ഥം ഒരുവിധം എല്ലാ ബേക്കറി ഐറ്റംസിലും അടങ്ങിയിട്ടുണ്ട്. ഈ പദാർത്ഥം നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ കുത്തനെ കൂട്ടുന്നുണ്ട്, നല്ല കൊളസ്ട്രോൾ കുറക്കുന്നുണ്ട്, ട്രൈഗ്ലിസറൈഡ് കൂട്ടുന്നുണ്ട്, രക്തധമനികൾക്കകത്ത തൊലിയുടെ ഇൻഫ്ലമേഷൻ നീർക്കെട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിനേക്കാളും അപകടം ചീത്ത കൊളസ്ട്രോളിനെ തന്നെ കട്ടി കൂടിയതായിട്ടുള്ള സ്മോൾ ഡെൻസ് LDL രൂപത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇത്രയും കേടുകൾ ഉള്ളത് കൊണ്ട് തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ പദാർത്ഥത്തെ ഇൻഡസ്ട്രിയൽ രൂപത്തിൽ ഉണ്ടാക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. എന്നാലും നമ്മുടെ ബേക്കറികളിലെല്ലാം ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ പേരാണ് ട്രാൻസ് ഫാറ്റുകൾ. ഇത് പ്രധാനമായിട്ടും ചീപ്പായിട്ടുള്ള ബേക്കറി ഐറ്റംസിലാണ് ഉണ്ടാവുക. രണ്ടാമത്തെ പദാർത്ഥം എന്ന് പറയുന്നത് വയറ്റിൽ എത്തിക്കഴിഞ്ഞ ഉടനെ നമ്മുടെ പാൻക്രിയാസിനെ ഉത്തേജിപ്പിച്ച് ഇൻസുലിന്റെ അളവ് കുത്തനെ കൂട്ടുന്ന ഒരു സാധനമാണ്. ഇത് കാലക്രമേണ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ കുടവയറ് രൂപപ്പെടുകയാണ്, അമിതവണ്ണം രൂപപ്പെടുകയാണ്, രക്തധമനികളിൽ നീർക്കെട്ട് വരാൻ തുടങ്ങുകയാണ്. ഈ പദാർത്ഥത്തിന്റെ പേരാണ് നമുക്കെല്ലാം അറിയുന്ന മൈദ. മൈദ കഴിക്കുമ്പോൾ ഷുഗർ കുത്തനെ കൂടുന്ന കാരണം ഇതൊക്കെ സംഭവിക്കും. മൂന്നാമത്തെ പദാർത്ഥമാണ് യഥാർത്ഥത്തിൽ രക്തധമനികൾക്കകത്ത് വിട്ടുമാറാത്ത നീർക്കെട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഇത് ട്രൈഗ്ലിസറൈഡ് കൂട്ടുന്നുണ്ട്, നല്ല കൊളസ്ട്രോൾ കുറക്കുന്നുണ്ട്, കുടവയർ ഉണ്ടാക്കുന്നുണ്ട്. ഈ പദാർത്ഥമാണ് ആഡഡ് ഷുഗറുകൾ. ഇതിനകത്ത് ഗ്ലൂക്കോസ്, സൂക്രോസ്, ഫ്രക്ടോസ്, ഈ പല രൂപത്തിലും ബേക്കറിയിൽ ഇത് കാണും. ഒരു ചെറിയ പീസ് കേക്കിൽ തന്നെ ഏകദേശം 30 ഗ്രാം ഷുഗർ വരികയാണ്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ഒരു ദിവസത്തേക്ക് ആകെ പെർമിറ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസിന്റെ അളവാണത്. ഒരു ബിസ്ക്കറ്റിൽ ഏകദേശം ഒരു 8 സ്പൂൺ ഷുഗർ ഉണ്ടാവും എന്നാ പറയാം. നാലാമത്തത് ശരീരത്തിൽ BP കൂട്ടുന്നതും ശരീരത്തിൽ വെള്ളം കെട്ടി നിർത്തുന്ന സാധനമാണ്. ഇത് ഹാർട്ടിനും സ്ട്രെയിൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതെന്താണെന്നറിയോ? ഇത് ഉപ്പാണ്. ബേക്കറി ഐറ്റംസ് മധുരമുള്ളതാണെങ്കിലും അതിനകത്ത് ഒരുപാട് സോഡിയം ഉണ്ടാവും. അത് ഉപ്പായിട്ടും ബേക്കിംഗ് പൗഡർ ആയിട്ടും ബേക്കിംഗ് സോഡ ആയിട്ടും ചില പ്രിസർവേറ്റീവ് ആയിട്ടും ഒക്കെയാണ് അതിനകത്ത് ഉണ്ടാവുക. അഞ്ചാമത്തെ ഫുൾ കെമിക്കൽസ് ആണ്. പ്രിസർവേറ്റീവ്സ്, എമൽസിഫയേഴ്സ്, ആർട്ടിഫിഷ്യൽ ആയിട്ട് കളറും രുചിയും കൊടുക്കുന്ന സാധനങ്ങൾ. ഇതെല്ലാം നമ്മുടെ വയറ്റിനകത്തെ നല്ല ബാക്ടീരിയകളെ കേടുവരുത്താണ്. അതുപോലെ ശരീരത്തിലെ ഹോർമോണുകളെ താളം തെറ്റിക്കുന്നുണ്ട്. ആറാമത്തത് കലറി കൂട്ടുന്ന സാധനമാണ്. ഇത് പ്രധാനമായിട്ടും ബേക്കറി ഐറ്റംസിന്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കെമിക്കലുകളാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനം ബേക്കറി ഐറ്റംസ് പരമാവധി കുറക്കുക. മറ്റൊരു പ്രധാന കാര്യം ബേക്കറി ഐറ്റംസിന്റെ ലേബലുകൾ വായിക്കുന്ന ഒരു ശീലം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാർഷ്യലി ഹൈഡ്രോജനേറ്റഡ് ഓയിൽ, വനസ്പതി, മാർഗാരിൻ തുടങ്ങിയ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസ് ഫാറ്റ് ആണ്, ഒഴിവാക്കണം. മൈദ, റിഫൈൻഡ് ഫ്ലവർ, ആൾ പർപ്പസ് ഫ്ലവർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകളാണ്. ആഡഡ് ഷുഗറിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടാവുക ഷുഗർ, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്, ഗ്ലൂക്കോസ് സിറപ്പ്, ഇൻവെർട്ട് ഷുഗർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ആർക്കും വായിച്ചാൽ കിട്ടാത്തതും മനസ്സിലാവാത്തതുമായിട്ടുള്ള എന്ത് എഴുതിയിട്ടുണ്ടെങ്കിലും അതെല്ലാം അഡിറ്റീവ് കെമിക്കൽസ് ആണ്. ഈ പറഞ്ഞതൊക്കെ കാണുന്നുണ്ടെങ്കിൽ കഴിയുന്നതും അത് വാങ്ങാതിരിക്കുക. പകരം ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സുകൾ ഉപയോഗിക്കാം. അതിനായിട്ട് നട്ട്സ് ഉപയോഗിക്കാം, ആൽമണ്ട്സ് ഉപയോഗിക്കാം, ഫ്രഷ് ഫ്രൂട്ടുകൾ ഉപയോഗിക്കാം, വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കുക്കീസ് ഉപയോഗിക്കാം. ഏറ്റവും പ്രധാനം കുട്ടികളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്.